താനും എത്തിട്ടില്ല, അറിയാതെ പറഞ്ഞു പോയതാത്ത ഗോപേത്ത. ഈ നമ്പറിനാ ഞാൻ അവനെ വിളിച്ചത്. എന്തൊരു മനുഷ്യരുടെ തന്നെ ആ പിള്ളേര് കിടന്ന് കരയണ്ടില്ലേ, എന്തൊരു മനുഷ്യരുടെ തന്നെ. എല്ലാരോടും കൂടി ഒരു കാര്യം പറയാണ്ട്, നമ്മുടെ സാധനം മരിച്ചിട്ടില്ല, സുഗുണൻ അബദ്ധം പറ്റിയാന്ന്. കണ്ടായിരുന്നോ അത്? കണ്ടിരുന്നല്ലോ. നമുക്ക് ഇഷ്ടമായിരുന്നു അത്. നമുക്ക് വാങ്ങിക്കാട്ടോ. ഫർസാനല്ലേ? അല്ലല്ലോ, നമ്മളിവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഓർത്തോക്ക് രണ്ടുപേരും പിടിക്കാണ്ടിരിക്കാൻ വന്നപ്പോ ഓർമ്മയില്ല. ഇതൊക്കെ ലോക ഉഡായിപ്പാണ്. ഈ നാണം കെട്ടന്മാരോടൊന്ന് സംസാരിക്കാൻ നിക്കണ്ട. തനിക്ക് കച്ചറകളാണ്, നമുക്ക് പോവാ. നിന്റെ സ്വഭാവം മനസ്സിലായടാ. കച്ചറകളാണെന്ന് അവരുടെ മുഖത്ത് തന്നെ ഉണ്ട്. ഞാൻ മുത്തിയാ മതിയായിരുന്നു. ഞാൻ പോണേ. അല്ലടാ വേഗം വാ. വേഗം വാടാ. ജോണേ പാസ് മേടിക്കട, പാസ് മേടിക്കട. നോക്കടി, ഇവനാണ് സ്ഥിരമായിട്ട് എന്നെ ലൈൻ അടിക്കണ പോവാലൻ. എന്റെ വലയിലെങ്ങനെ ഞാൻ വീഴൂടി. എനിക്കൊരു പേടി, എന്താവും. നീ ഇത് എവിടെ പോയി കിടക്കണായിരുന്നു? എടാ നീ കേറി വിചാരിച്ചിട്ടാ ഞാൻ വണ്ടി എടുത്ത് പോയത്. ചീത്ത പറയില്ല. കൂടെയുള്ള അരപ്പനം വന്നിട്ടുണ്ട്. ഇന്ന് എങ്ങനെയെങ്കിലും ഞാൻ അവളെ ലൈനാക്കും. നീ നോക്കിക്കോ. സ്റ്റാറാണ്. എന്താണ് എന്റെ പിതാവേ, ആ കേടോ അല്ലേ നിന്നെ കാത്തോണേ. കാര്യം പറയട്ടെ, ഇങ്ങോട്ട് വാ. എങ്ങനെയുണ്ട് ഇതെങ്ങനെയുണ്ട് ഇതെങ്ങനെയുണ്ട്? ശരിയെന്നാ അമ്പടുത്തെ ബസ് വന്നു. ഇവനെന്താണ് കാണിക്കാൻ പോണത്? എവിടെ നോക്കിയാണ് നടക്കണത്? ശാഖരായിട്ട് ഇറങ്ങിക്കോളൂ ഒരു ദൂരികള്. എടാ അനുഷ്കയെ കാണാനല്ലോ. ഷാനവാസ് അല്ലേ? അതെ, ഷാനവാസാണ്. ഞാൻ സാവാസിന്റെ കൂത്തുകാരൻ. എൻ്റെ പേര് സഞ്ജു. ഈ വരുന്ന 28-ാം തീയതി എൻ്റെ കല്യാണമാണ്. ഞാൻ കല്യാണം കഴിക്കാൻ പോണ കുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ? കല്യാണത്തിന് ഷാനവാസിനെ ക്ഷണിക്കണം. കണ്ടടാ, കണ്ടല്ല മച്ചാന്. എന്തൊക്കെ വന്നാലും ഞാൻ കല്യാണത്തിന് വേണ്ടിണ്ട്. പിന്നെ സ്റ്റാൻഡേർഡ് കല്യാണം ആയതുകൊണ്ട് ഇവനെ കൂട്ടണ്ടല്ലോ. അയ്യോ അനുഷ്ക താനു ഹലോ, ഷാനവാസ് സ്പീക്കിംഗ്. എന്റെ പുതിയ നവകാറ് മോനെ സാനു, മീൻകാരൻ ബഷീറിനെ കാണാനേ പൊരിക്കാളും മത്തി വാങ്ങാൻ മറക്കണേട്ടാ. എടാ, എന്റെ പുതിയ ഇനോവക്കാരന്റെ താക്കോലെന്നതേ നിന്നോടുള്ള വിശ്വാസം കൊണ്ടാണ്. സാനു, ഇത് ഞാനാ കോമക്ക. വെറുതെ നിനക്ക് 2000 പഠിക്കാൻ നോട്ടിലട തന്നെ. എന്താ നമ്പർ മാറിപ്പോയത്? ഹലോ, കല്യാണത്തിൽ നിന്ന് വിളിച്ചെന്ന് കരുതിട്ട് ഇങ്ങനെ ശല്യപ്പെടുത്തല്ലേ. എടോ, നിങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ ഞങ്ങളെ പോലത്തെ കോടീശ്വരന്മാരൊക്കെ എങ്ങനെ ജീവിക്കണോ? എന്താ ഇത് നീ ഇവൾക്ക് കൊടുത്ത ലവ് ലെറ്ററാ. അതെ, കല്യാണത്തിന് വരണോട്ടോ. അതെ, അന്ന് ഞാൻ ചിലപ്പം ബിസി ആയിരിക്കും. സാരമില്ല.